മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ കണ്ടക്ടറെ വിട്ടയക്കാൻ ഒരുങ്ങി പോലീസ്. ചോദ്യം ചെയ്ത ശേഷം കണ്ടക്ടറെയും സ്റ്റേഷൻ മാസ്റ്ററെയും വിട്ടയക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം മെമ്മറി കാർഡ് കാണാതായതിൽ തനിക്ക് പങ്കില്ലെന്നാണ് കണ്ടക്ടറുടെ മൊഴി. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേർന്നുണ്ട്. അഖിൽ, ഒരുപക്ഷെ ഈ ഒരു ചോദ്യം ചെയ്യലിൽ പോലും കൃത്യമായൊരു ഫലം ഉണ്ടാകുന്നില്ല എന്നല്ലേ നമ്മൾ അറിയേണ്ടത്? ഒരുപക്ഷെ കണ്ടക്ടർ ഇത്തരത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ കൃത്യമായൊരു സൂചനകൾ പോലീസിന് ഈ ഒരു ചോദ്യം ചെയ്യലിൽ നിന്നും ലഭിച്ചില്ല എന്ന് വേണ്ടേ നമ്മൾ കരുതേണ്ടത്? വിഷ്ണു, രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കമ്മീഷൻ ഓഫീസിൽ എത്തിച്ചാണ് കണ്ടക്ടറായ സുബിൻ്റെ മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടി പോലീസ് തയ്യാറായിരുന്നത്. 6 മണിക്ക് രേഖപ്പെടുത്താൻ ആരംഭിച്ച മൊഴി രേഖപ്പെടുത്തൽ ഇപ്പോഴും തുടരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം സുബിനെ അതിൽ പ്രതി ചേർക്കുകയോ അല്ലെങ്കിൽ സാക്ഷിയാക്കുകയോ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം സുബിനെയും സ്റ്റേഷൻ മാസ്റ്ററായിട്ടുള്ള ലാൽ സജീവനെയും വിട്ടയക്കും എന്ന് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് MLA ആ ബസ് തടയുകയും ബസ്സിനകത്തു കയറി പ്രശ്നമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ബസ്സിലെ CCTV ദൃശ്യങ്ങളുടെ ആ മെമ്മറി കാർഡ് ലഭിച്ചേ മതിയാവൂ. അത് സംബന്ധിച്ചാണ് പോലീസ് നിർണായകമായ രേഖകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടറെ ചോദ്യം ചെയ്യുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് ടിപ്പോയിൽ പരിശോധന നടത്തുന്ന സമയത്ത് CCTVയുടെ പരിശോധനകളിലൊക്കെ തന്നെ സുബിൻ ആ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ആ സുബിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. 2ാം തവണയാണ് ഇന്ന് സുബിനെ ചോദ്യം ചെയ്യുന്നത്. അതിൽ പ്രധാനമായും സുബിൻ കഴിഞ്ഞ തവണ നൽകിയ മൊഴി തന്നെയാണ് ഇത്തവണയും നൽകിയിട്ടുള്ളത്. താൻ CCTV ദൃശ്യങ്ങൾ മാത്രമാണ് പരിശോധിച്ചിട്ടുള്ളത്. പക്ഷേ ആ മെമ്മറി കാർഡ് എവിടെയാണെന്ന് തനിക്കറിയില്ല, താൻ അത് എടുത്തിട്ടില്ല എന്ന മൊഴിയിൽ തന്നെയാണ് ഇപ്പോഴും സുബിൻ ഉറച്ചു നിൽക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് സ്റ്റേഷൻ മാസ്റ്ററായിട്ടുള്ള ലാൽ സജീവന്റെ മൊഴിയും. അതിൽ ഒരു പ്രധാനമായും അതിലൊരു പ്രശ്നമുള്ളത്, ലാൽ സജീവൻ എന്ന് പറയുന്നത് ടിപ്പോയിലെ TDFന്റെ, അതായത് കോൺഗ്രസ് അനുകൂല സംഘടനയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്. ഇതിൽ കണ്ടക്ടറായിട്ടുള്ള സുബിൻ ഇടതുപക്ഷ അനുഭാവി യൂണിയനിൽ പെടുന്ന ആളാണ്. അപ്പോൾ മേയറുടെ ഈ സംഭവത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് നിന്ന് ആ കേസ് അട്ടിമറിക്കുന്നതിലേക്ക് ഏതെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന ഒരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും സുബിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അതിൽ നിർണായകമായ ഒരു തെളിവുകളും ഒന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ മെമ്മറി കാർഡ് എവിടെ എന്നതാണ്. അതിൽ ഒരു വ്യക്തത വരുത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം പുറത്തു വന്ന ദൃശ്യങ്ങളിലൊക്കെ തന്നെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ബസ്സിന് പുറത്ത് നിൽക്കുന്നതാണ്. പക്ഷേ യദുവിന്റെ മൊഴി അനുസരിച്ച് മേയറുടെ ഭർത്താവായിട്ടുള്ള ബാലുശ്ശേരി MLA സച്ചിൻ ദേവ് ബസ്സിനകത്തേക്ക് കയറുകയും യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറുകയും ഇറക്കി വിടുകയും ചെയ്തിരുന്നു എന്നതാണ് അന്ന് ഡ്രൈവറായിരുന്ന യദുവിന്റെ മൊഴിയുള്ളത്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ സച്ചിൻ ദേവ് ബസ്സിനകത്ത് കയറിയിട്ടുണ്ട് എങ്കിൽ അത് നോൺ ബൈലബിൾ ഒഫൻസ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ സച്ചിൻ അകത്തു കയറുന്നതിന് ഒരു ദൃശ്യങ്ങളും ഒരു തെളിവുകളുമില്ല, സാക്ഷികളുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെ യാത്രക്കാരെ അടക്കം ചോദ്യം ചെയ്യുന്നുണ്ട്. ആ യാത്രക്കാരെങ്കിലും സച്ചിൻ ദേവനെതിരെ ആ തരത്തിൽ മൊഴി നൽകുകയാണ് എങ്കിൽ മാത്രമാണ് സച്ചിൻ ഇതിൽ ഒരു പ്രധാന അക്യൂസ്ഡായി വരിക എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ ചോദ്യം ചെയ്യലിനു ശേഷം സുബിനെ വിട്ടയക്കും എന്നതാണ് നമുക്കിപ്പോൾ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു, വ്യക്തമാണ്. അഖിൽ പാലോട്ടുമടമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.